ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP4 പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ ഇന്നത്തെ മത്സരമാണ് നമ്മുടെ CSK വേഴ്സസ് ബാംഗ്ലൂർ തമ്മിലുള്ള മത്സരത്തിൻ്റെ റിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. അപ്പോൾ ഇന്നത്തെ മത്സരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആയിരിക്കും. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അപ്പോൾ ഇന്നത്തെ മത്സരം നടക്കുന്നത് മെയ് 18 കൃത്യം 7:30 നമ്മുടെ സാറ്റർഡേ ആണ് കേട്ടോ മത്സരം നടക്കുന്നത്. 7:30 ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇവിടെയാണ് നമ്മൾ ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ ഇടാറുള്ളത്. സോ ഇതുവരെ നിങ്ങൾ കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ശ്രമിക്കുക. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്ന സമയത്ത് ഇന്നത്തെ മത്സരം നടക്കുന്നത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ റീസെൻറ്റ് നടന്ന നമ്മുടെ ചിന്നസ്വാമി ഗ്രൗണ്ടിലത്തെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ടാറ്റ IPL ഒരു ആപ്ലിക്കേഷനാണ് ഓപ്പൺ ചെയ്യുന്നത്. മൈ മാച്ചസിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം അതിന് മുന്നേ പോയിന്റ് ടേബിൾ ഒന്ന് വെരിഫൈ ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി 3 ടീം ക്വാളിഫൈ ആയിരിക്കുകയാണ്. ദെൻ ഇതിലിനിയിപ്പോൾ ചാൻസ് ഉള്ളത് നമ്മളെ CSKക്കും അതുപോലെ തന്നെ RCBക്കും തന്നെയാണ്. അപ്പോൾ നല്ല അത്യാവശ്യം നമ്മുടെ മൈനസ് റൺ റേറ്റ് ആണ് DC-ക്കുള്ളത്. അതുപോലെ തന്നെ മൈനസ് റൺ റേറ്റ് ആണ് LSTക്കും ഉള്ളത്. അതായത് LST അത്യാവശ്യം നല്ല ഒരു ഹൈ റൺ റേറ്റോടുകൂടെ വിൻ ചെയ്താൽ മാത്രമേ ഈ ചെന്നൈയിനും ബാംഗ്ലൂരിനെയും കെട്ടി തോൽപ്പിച്ച് മുകളിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ള മത്സരമാണ് ഇന്നത്തെ. ഞാൻ ഒരിക്കലും നിങ്ങളെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയത്തില്ല. കാരണം എങ്ങനെ നടക്കുന്ന ഒരു രീതിക്ക് കൂടെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു മത്സരമായിരിക്കും ഇന്നത്തെ. ഓൾറെഡി ഇപ്പോൾ നമ്മുടെ SRH ക്വാളിഫൈ ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ടീം വിന്നായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരും തീർച്ചയായിട്ടും ക്വാളിഫൈ ആവുന്നതായിരിക്കും. ഇന്നത്തെ CSK RCB മാച്ച് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിരിക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. LSTക്കിന് ശരിക്കും ചാൻസ് ഇല്ല. ഒന്നല്ലെങ്കിൽ CSK അല്ലെങ്കിൽ RCB ഇവരാണ് അത്യാവശ്യം റൺ റേറ്റോടുകൂടി വിൻ ചെയ്യണം. അത്രയുള്ള അവരുടെ ഒരു ക്രൈറ്റീരിയ. പക്ഷേ മെയിൻ തിങ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മഴ പെയ്യും. കാരണം ബാംഗ്ലൂർ കുറച്ച് ശോകം ക്ലൈമറ്റാണ്. മഴ പെയ്യും, ഒന്നും പറയാൻ പറ്റില്ല, മഴ പെയ്യും. ദെൻ അപ്പോൾ ഇന്നത്തെ മാച്ച് ബാംഗ്ലൂർ വേഴ്സസ് CSK തമ്മിലുള്ള മത്സരത്തിൻ്റെ ഡീറ്റെയിൽസ് നോക്കുന്നത് നമ്മൾ ചിന്നസ്വാമി സ്റ്റേഡിയം ബാംഗ്ലൂരിൻ്റെ ഹോം ഗ്രൗണ്ടാണ്. റീസെൻ്റ് ആയിട്ട് അവിടെ വന്ന പെർഫോമൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ DC വേഴ്സസ് ബാംഗ്ലൂർ തമ്മിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ബാറ്റിംഗ് അവിടെ നമ്മുടെ ബാംഗ്ലൂരിൻ്റെ ആയിരുന്നു. ബാംഗ്ലൂരിൻ്റെ സ്കോർ നോക്കുന്ന സമയത്ത് ഏകദേശം നെറ്റ് കുറച്ച് ചതിച്ചിട്ടുണ്ട് നമ്മളെ. നമ്മുടെ DC വേഴ്സസ് RCB തമ്മിൽ കളിച്ചായിരുന്നു. അതിൽ RCB തന്നെയാണ് വിൻ ചെയ്തിരിക്കുന്നത്, DC അല്ല. ഇതന്നെ ഷുവറാണ്. ഫസ്റ്റ് ബാറ്റ് നമ്മുടെ DC-ക്ക് തന്നെയായിരുന്നു. അത്യാവശ്യം റൺസ് സ്കോർ ചെയ്ത് ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ വിരാട് കോഹ്ലി, പിന്നെ അതുപോലെ തന്നെ രാജിത് പട്ടിദാർ, തന്നെ അതുപോലെ തന്നെ വിൽ ജാക്സ്, കാമറോൺ ഗ്രീനൊക്കെയാണ് റൺസ് സ്കോർ ചെയ്തത്. 187 റൺസിന് 9 വിക്കറ്റ് നഷ്ടത്തിലായിരുന്നു. ഇവിടെ കൂടുതൽ വിക്കറ്റ്സ് എടുത്തത് ഖലീൽ അഹമ്മദ്, അതുപോലെ തന്നെ മുകേഷ് കുമാറും 2 വിക്കറ്റ്, റാസിഖ് സലാമും, കുൽദീപ് യാദവ് 1 വിക്കറ്റ്സുമാണ് എടുത്തത്. ഓക്കെ, ഇതിന് അപ്പുറത്തെ ഇന്നിങ്സോട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ കൂടുതൽ വിക്കറ്റ്സ് എടുത്തത് നമ്മുടെ 3 വിക്കറ്റ് യാഷ് ടയൽ ഫാസ്റ്റ് ബോളറാണ്. 2 വിക്കറ്റ് ഫെർഗൂസൻ, 1 വിക്കറ്റ് കാമറോൺ ഗ്രീൻ, 1 വിക്കറ്റ് സിരാജ്, 1 വിക്കറ്റ് സ്വപ്നിൽ സിംഗ്. ഫുള്ള് ഫാസ്റ്റ് ബോളേഴ്സ് മാത്രമാണ്. സ്പിന്നേഴ്സിനൊന്നും ഇവിടെ ഒരു ഇമ്പോർട്ടൻസും ഇല്ല. ബട്ട് ഒരു സ്പിന്നറിനെ എടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കരൺ ശർമ്മ പോലത്തെ ഒരു സ്പിന്നർ നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാളത്തെ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആർക്ക് ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ മാക്സിമം റൺസ് സ്കോർ ചെയ്യാനേ നോക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ബാംഗ്ലൂരിന് ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിലും ടോപ്പ് ഓർഡർ പെട്ടെന്ന് ഔട്ടായി കഴിഞ്ഞാൽ, അതായത് ആദ്യത്തെ 6 ഓവറിൽ ഒരു 3 വിക്കറ്റ്സ് പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഷോകമായിരിക്കും. ആ ഒരു മാച്ച് പോകാനുള്ള പോസിബിലിറ്റീസും കൂടുതലാണ്. കാരണം കളി നടക്കുമോ എന്നുള്ള കാര്യം വേറൊരു ഡൗട്ടാണ്. ഇൻ കേസ് കളി നടക്കുന്നുള്ള കാര്യത്തിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ 6 ഓവറിൽ 3 വിക്കറ്റ് പോയി കഴിഞ്ഞാൽ ടീം ഡൗൺ ആയി. കാരണം അധികം റൺസ് വരാൻ ചാൻസ് കുറവാണ്. കാരണം ബാക്കിയുള്ള വിക്കറ്റ്സും പെട്ടെന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ RCB ആണെങ്കിൽ ഫസ്റ്റ് മൂന്ന് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിരാട് കോഹ്ലി, ഡുപ്ലിസി, തന്നെ അതുപോലെ തന്നെ വിൽ ജാക്സോ, അങ്ങനെ ആരെങ്കിലും പടിതാറോ അങ്ങനെ ആരെങ്കിലും ഒക്കെ വരും വരിക. സോ എന്തായാലും പിന്നെ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനായിട്ട് വരുന്നത് നമ്മുടെ ദിനേശ് കാർത്തിക്, തന്നെ അതുപോലെ തന്നെ കാമറോൺ ഗ്രീൻ, അങ്ങനത്തെ കുറച്ച് പ്ലെയേഴ്സാണ്. ലോക്കി ഫെർഗൂസൻ എന്നെ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യുക. കാരണം അദ്ദേഹം കുറച്ചുകൂടെ ബാറ്റിംഗ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. സോ അത് നിങ്ങൾക്ക് നല്ലൊരു ഡ്യുവൽ അഡ്വാൻറ്റേജ് ആയിരിക്കും. ഈ ബൗളിംഗ് പ്ലസ് ബാറ്റിംഗ് ഉള്ള ഒരു ആൾക്കാർ തീർച്ചയായിട്ടും അങ്ങനത്തെ പ്ലെയേഴ്സിനെ നിങ്ങളുടെ ടീമിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അതായത് ടീം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങനത്തെ പ്ലെയേഴ്സിനെ കുറിച്ച് ഇടാൻ ശ്രമിക്കാം. ഇപ്പോൾ നമ്മുടെ GT-ലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ റാഷിദ് ഗാംബോലില്ലേ, പുള്ളി ബോളിംഗ് ലിസ്റ്റിലാണ് കിടക്കുന്നത്. ബട്ട് ബാറ്റിംഗ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ഈ ഇടയ്ക്ക് LSTയിൽ അർഷാദ് ഖാൻ കളിച്ചില്ലേ, മുംബൈയിലുണ്ടായിരുന്നതാണ്. പുള്ളിയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓൾറൗണ്ടറാണ്, ബൗളിങ്ങും കിട്ടും. അപ്പം അങ്ങനത്തെ കുറച്ച് പ്ലെയേഴ്സ് ഉണ്ടാവുമല്ലോ.
അവർ ഞാൻ എന്തായാലും വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനത്തെ പ്ലേയേഴ്സിനെ കൂടുതൽ പിക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഈ ഒരു സി എസ് കെയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി എസ് കെയിൽ ആദ്യത്തെ 5 വിക്കറ്റ് പോകണം, എന്നാലേ ടീം ഒന്ന് ഡൗൺ ആവത്തുള്ളൂ. അല്ലാതെ ആരാണെങ്കിലും ഇപ്പം മിഡിൽ ഓർഡറിൽ ദൂബെ വന്നോ, ജഡേജ വന്നു, മൊയിനലി ഇല്ലല്ലോ, ദെൻ അതുപോലെ തന്നെ ആരാള്ള മിച്ചൽ, ഇവന്മാരൊക്കെ നന്നായി കളിച്ച് തന്നെ പിന്നെ തീർന്നു. എനിക്ക് തോന്നുന്നു നാളത്തെ മാച്ചിൽ ഗെയ്ക്വാഡിനെ ചിലപ്പോൾ 1-1 ആക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം എന്തായാലും വിക്കറ്റ്സ് പോകുന്നുള്ള കാര്യത്തിൽ ഷുവറാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നല്ല പ്ലെയേഴ്സിനെ മിഡിൽ ഓർഡറോട്ട് മാറ്റിയിടാനുള്ള ചാൻസ് കൂടുതലാണ് എന്തായാലും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു പിച്ച് റിപ്പോർട്ട് ഞാൻ നാളത്തെ മത്സരത്തിൽ ഞാൻ ഒരിക്കലും നിങ്ങളെ കൊണ്ട് ആ പിച്ച് റിപ്പോർട്ടിനെ എടുക്കാൻ പറയത്തില്ല. കാരണം ഒന്നും നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല നടക്കുന്നത്. ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാക്സിമം കൂടുതലും വിക്കറ്റ്സ് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടീമുകളിൽ കൂടെ, ഇപ്പോൾ ബാംഗ്ലൂർ എടുത്തോ CSK എടുത്തോ, ഈ 2 ടീമുകളിൽ കൂടെ ഏകദേശം 15 വിക്കറ്റ് മിനിമം പോയിരിക്കും. 15 വിക്കറ്റ്സ്, അതായത് ഒരു ടീമിൽ 7 ഒരു ടീമിൽ 7 ആ ഒരു ലെവലിലാണ് ഞാൻ പറയുന്നത്. എന്തായാലും പോയിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് ബാറ്റിംഗ് CSK ആണെങ്കിൽ മാത്രമേ വിക്കറ്റ്സ് പോകാനുള്ള ചാൻസ് കുറവുള്ളൂ. ഫസ്റ്റ് ബാറ്റിംഗ് RCB ആണെങ്കിൽ തീർച്ചയായിട്ടും CSKത്തെ മെയിൻ ബൗളേഴ്സ് പ്ലസ് സ്പിൻ ബൗളേഴ്സ് എല്ലാവരെയും വലിച്ചു വാരി ടീമിലോട്ട് ഇട്ടോ. കാരണം പെട്ടെന്ന് 2-3 വിക്കറ്റ്സ് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഡൗൺ ആവുന്ന ഒരു ടീമാണ് RCB. ആ ഒരു ടീമിനെ കുറ്റം പറയല്ല, അവരുടെ ഒരു ബാറ്റ് സ്ട്രെങ്തിനെ പറ്റി നോക്കുന്ന സമയത്ത് നമ്മുടെ ഓപ്പോസിറ്റ് ടീമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈസ് എ ബെറ്റർ, കുറച്ച് ഡൗൺ ആണ് നമ്മളെ RCB. സോ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മുടെ CSK. CSK ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ CSKത്തെ മെയിൻ ബൗളേഴ്സ് പ്ലസ് RCBത്തെ മെയിൻ ബൗളേഴ്സ് അങ്ങനെ ആയിരിക്കണം. അതേസമയം RCB ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ CSKത്തെ മെയിൻ ബൗളേഴ്സ് പ്ലസ് സ്പിന്നേഴ്സ് ആയിട്ടുള്ള ബൗളേഴ്സ്. മെയിൻ ബൗളേഴ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ബൗളേഴ്സിനെ എടുത്തും ഫസ്റ്റ് ഓവറൊക്കെ കവർ ചെയ്യുന്ന മെയിൻ ബൗളേഴ്സിനെ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ടീം ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് എനിക്ക് പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ പിച്ച് റിപ്പോർട്ട് നോക്കി ടീം ഇടേണ്ട. ഇന്നത്തെ മാച്ച് എനിക്ക് അത്രേ പറയാനുള്ളൂ. മഴ പെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പം തന്നെ ഇൻവെസ്റ്റ് ഒന്നും ചെയ്ത് വെക്കരുത്. ടോസ് വന്നിട്ട് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തോ. കാരണം ഇവിടെ 57%, 50% കൂടെ അല്ല, 57% മഴ പെയ്യാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. മേ ബി ഇത് ഒരു ദിവസം മുന്നേ എടുത്ത ഒരു കാൽക്കുലേഷനാണ്. നാളത്തെ ദിവസം നോക്കുന്ന സമയത്ത് ചിലപ്പോൾ മഴ പെയ്യില്ലായിരിക്കാം. സോ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാം. ബട്ട് ഇപ്പോൾ ഉള്ള റിപ്പോർട്ട് വൈസ് നോക്കുന്ന സമയത്ത് മഴ പെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. ദെൻ പിച്ച് റിപ്പോർട്ടിലെ ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ ആയിട്ട് 174 റൺസും ഫാസ്റ്റ് ബോളേഴ്സ് 670 വിക്കറ്റും സ്പിൻ ബോളേഴ്സ് 302 വിക്കറ്റ്. സ്പിൻ ബോളേഴ്സിൻ്റെ ഡബിളാണ് ഫാസ്റ്റ് ബോളേഴ്സ് വിക്കറ്റ്സ് എടുത്തിരിക്കുന്നത്. സോ അതൊരു മെയിൻ തിങ് ആണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഫാസ്റ്റ് ബോളേഴ്സിനെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പിച്ച് റിപ്പോർട്ടിനെ മാത്രം അടിസ്ഥാനമാക്കി ടീം ഇടരുത്. ഞാൻ ഈ ഒരു പറഞ്ഞ രീതിക്ക് ബൗളേഴ്സിനെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ബാറ്റിംഗ് കൊടുക്കേണ്ടെന്നല്ല, ബാറ്റിംഗ് കൊടുത്തോ. ഞാൻ ഈ ബാറ്റിംഗ് കൊടുക്കേണ്ടെന്ന് പറയാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിരാട് കോഹ്ലി ഒരു 30 റൺ അടിച്ചു. പിന്നെ ദിനേശ് കാർത്തിക് ഒരു 30, അതുപോലെ ഡുപ്ലിസി ഒരു 30, പടിതാർ ഒരു 30, വിൽ ജാക്സ് ഒരു 30. ഇങ്ങനെ 5 പേര് 30 അടിച്ചു കഴിഞ്ഞാൽ ബാറ്റ്സ്മാൻമാരെ മാത്രം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റ് ആവില്ല ടീമിൽ. എല്ലാവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 35 പോയിന്റ്സ് വെച്ച് നിങ്ങൾക്ക് കിട്ടിയേക്കാം ഈ 5 പ്ലെയേഴ്സിനെ പറ്റി. അപ്പോൾ അതേസമയം ഒരു 2 പ്ലെയേഴ്സിനെ മാറ്റി, വിൽ ജാക്സും പടിതാറിനെയും മാറ്റി. ഈ 2 പേർക്ക് പകരം നിങ്ങൾ നമ്മുടെ സിരാജോ, ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്, സിരാജോ യാഷ് ടയാലിനെ കൊണ്ടുവന്നിട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യാഷ് ടയാൽ 2 വിക്കറ്റ്സ് എടുത്തതിന് 50 പോയിൻറ്റാണ്, സിരാജോ 2 വിക്കറ്റ് എടുത്ത് 50 പോയിൻറ്റാണ്. നിങ്ങൾക്ക് ടോട്ടൽ മറ്റേ ബാറ്റ്സ്മാൻമാരെ ഇട്ടിട്ട് കിട്ടിയത് 30 പോയിൻറ്റും ഇവർ 2 പേരും ഈ 2 വിക്കറ്റ്സ് വെച്ചെടുത്താൽ 100 പോയിൻറ്റുമാണ്. അത് LBW ആണെങ്കിൽ +8, മെയ്ഡിൻ ഓവറിന് 12, അങ്ങനെ പോയിൻറ്റ്സ് കൂടുതൽ കിട്ടുന്ന ബൗളേഴ്സിനാണ്. അപ്പോൾ എല്ലാ മത്സരങ്ങളും ബൗളേഴ്സിനെ പിക്ക് ചെയ്യണമെന്നല്ല, ഈ ഒരു മത്സരം ഭയങ്കര നിർണായകമായതുകൊണ്ടാണ് ഞാൻ കൂടുതലും ബൗളേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറയുന്നത്. നമുക്കൊരു ഫാൻറ്റസി പോയിന്റ്സ് ആണ് നമ്മുടെ ടീമിലോട്ട് വേണ്ടത്, അല്ലാതെ ടീം ജയിക്കുക എന്നുള്ളതല്ലല്ലോ. അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുണ്ട്. ബട്ട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ RCB ഫാനാണ് പറഞ്ഞാൽ RCB മാത്രം സപ്പോർട്ട് ചെയ്ത് ഒരിക്കലും ഇടരുത്. നിങ്ങളെ പൈസ അവിടെ ലോസ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടീം ബേസ് ആയിട്ട് കളിക്കാതിരിക്കുക. ഇപ്പോൾ CSK ഫാനാണ് CSKക്ക് മാത്രം കാശ്, അങ്ങനെ ടീം ബേസ് ആയിട്ട് കളിക്കാതെ ഈ കുറച്ചുകൂടെ ചിന്തിച്ചിട്ട് ഈ ഒരു രീതിക്ക് ഒന്ന് ഇടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചാൻസ് കൂടുതലാണ്.
അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 2-3 കിഡിലിന് ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തി തരാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ആപ്ലിക്കേഷൻസ് ആണ്. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഫോക്കസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു കിഡിലൻ ആപ്ലിക്കേഷനെ പറ്റി, ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയാൻ കാരണം നിങ്ങൾ നമ്മുടെ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് 500 രൂപ കിട്ടും. ഈ 500 രൂപയിൽ കുറച്ച് പൈസ നിങ്ങൾ ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കോൺടെസ്റ്റുകളൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതൊരു ഹെൽപ്പ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കുക, അതിനും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ 6 പ്ലെയേഴ്സിനെ മാത്രം പിക്ക് ചെയ്തിട്ട് നമുക്കൊരു ഫാൻറ്റസി ടീം ഇവിടെ ഇറക്കാൻ പറ്റും. അല്ലെങ്കിൽ 11 പ്ലെയേഴ്സ് അല്ലേ, ഇവിടെ ഒരു 6 പ്ലെയേഴ്സിനെ പിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഫാൻറ്റസി ടീം ഇറക്കാൻ പറ്റും. അപ്പോൾ ഫാൻറ്റസി ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ്. സോ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തതാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ദെൻ ഇതുവരെ നമ്മുടെ ചോയ്സെല്ലാം ട്രൈ ചെയ്യാത്തതാണ്, ഇതും തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ്. കാരണം നമ്മൾ മറ്റുള്ള ആപ്ലിക്കേഷൻസൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എൻട്രി ഫീസ് വളരെ കുറവായിട്ടാണ് ഇവർ മേടിക്കാറുള്ളത്. സോ അതൊരു നമുക്കൊരു നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലിങ്ക് വഴി കയറുന്നവർക്ക് ബോണസ് കിട്ടും, പിന്നെ ഡെയിലി ഗീവ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. അതിൽ ഡിസ്കൗണ്ട് കൂപ്പൺസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചോയ്സിലെ ആപ്ലിക്കേഷൻ. then അതുപോലെ തന്നെ കുബേര ഫാൻറ്റസി, ഇതാണ് എനിക്ക് എടുത്തു പറയാനുള്ളൊരു ആപ്ലിക്കേഷൻ. കാരണം ഒരു 3-4 വർഷമായിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുന്ന സമയത്ത് ഡെയിലി ഗീവേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കും. അതുപോലെ തന്നെ ഡെയിലി ഒരുപാട് എൻട്രി ഫീസ് കമ്മിയായിട്ടുള്ള കോൺടെസ്റ്റുകൾ ഇവിടെ വരാറുണ്ട്. നമ്മുടെ ഡ്രീം ലെവലിൽ 299 രൂപയ്ക്ക് കാണുന്ന കോൺടെസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറും 260 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അതൊരു സൂപ്പർ ഓപ്ഷൻ തന്നെയാണ്. സോ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തതാണ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് കോൺടെസ്റ്റ് ഇതുപോലെ എൻട്രി ഫീസ് കുറവായിട്ടാണ് കുബേര ഫാൻറ്റസിയിലുള്ളത്. ദെൻ ഡ്യുവോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. 5 പ്ലെയേഴ്സ് ഉണ്ടാകും, അതിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസുള്ള ആരാണ് അവർ പ്രിഡിക്റ്റ് ചെയ്യുക, ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഒരാളുമായിട്ട് ഇപ്പോൾ നമ്മുടെ ഓപ്പോണൻറ്റിലേക്ക് രാഹുലുമായിട്ടോ പിക്ക് ചെയ്തിരിക്കുന്നത്, അപ്പോൾ രാഹുൽ അല്ലാത്ത 4 ആളിൽ ഒരാളെ പിക്ക് ചെയ്യാം. ഇപ്പോൾ കിഷനെ പിക്ക് ചെയ്തു, കിഷനെ കൂടുതൽ പോയിന്റ് എടുക്കുക, ഈസി ആയിട്ട് വിന്നായി. സിമ്പിളായി, ഇത്രയേ ഉള്ളൂ പരിപാടി. ഒരുപാട് തല പോയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ട്രൈ ചെയ്യാത്തതാണെങ്കിൽ ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് ബോണസ് കിട്ടും നമ്മുടെ ലിങ്ക് വഴി കയറിയ. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. സോ മാക്സിമം നമ്മുടെ ബോണസ് വഴി കയറാൻ ശ്രമിക്കുക കേട്ടോ. ദെൻ അതുപോലെ തന്നെ ഈ വിഷനുവൽ ആപ്ലിക്കേഷൻ ഇതുവരെ ഇതും ട്രൈ ചെയ്യാത്തതിനെ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഡെയിലി ഗീവേ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ദിവസം ഒരു 50,000 രൂപയ്ക്ക് ഗീവേ കൊടുക്കുന്നു. ഫസ്റ്റ് വന്ന 5,000, പിന്നെ 2,000, 1,000 അങ്ങനെ ഗീവേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. സോ ഇതുവരെ ട്രൈ ചെയ്തെത്താണ് തീർച്ചയായിട്ടും നമ്മുടെ വിഷനുവൽ ആപ്ലിക്കേഷൻ കൂടെ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഉള്ള കോൺടെസ്റ്റുകൾ അവൈലബിൾ ആണ്. 6 രൂപയ്ക്ക് H4 ഒക്കെ ഉള്ള ഏക ആപ്ലിക്കേഷനാണ്. സോ ഇതിൻ്റെ എല്ലാം ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. വീഡിയോ ഒരുപാട് ലെങ്തി ആക്കുന്നില്ല. ഇന്നത്തെ മത്സരത്തിൽ കളിക്കാൻ പോകുന്ന 11 പ്ലെയേഴ്സിനെ പറ്റി നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ബാംഗ്ലൂരിലാണെങ്കിൽ ഫാഫ് ഡുപ്ലിസി, അതുപോലെ തന്നെ വിരാട് കോഹ്ലി, ക്യാമറോൺ ഗ്രീൻ, രാജിത് പടിദാർ, ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഗ്ലെൻ മാക്സ്വെൽ, മാഫിൽ ലൊംറോർ, ദെൻ അതുപോലെ തന്നെ ദിനേശ് കാർത്തിക്, കരൺ ശർമ്മ, സിരാജ്, അതുപോലെ ലോക്കി ഫെർഗൂഷൻ, യാഷ് ഡയർ, ഇത്രയും പേരാണ് ഉള്ളത്. ഇമ്പാക്ട് പ്ലെയറായിട്ട് സ്വപ്നിൽ സിംഗ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ CSKയിൽ നോക്കുന്ന സമയത്ത് രച്ചിൻ രവീന്ദ്ര, ഗെയ്ക്വാഡ്, അതുപോലെ തന്നെ ഡയറി മിച്ചൽ, മൊയിൻ അലി, ശിവാൻ ദുബെ, രവീന്ദ്ര ജഡേജ, MS ധോണി, ഷർദുൽ താക്കൂർ, തുഷാർ ദേശ്പാണ്ഡെ, സിമർജിത് സിംഗ്, മഹേഷ് തീക്ഷ്ണ, ഇത്രയും പേരാണുള്ളത്. ഇമ്പാക്ട് പ്ലെയറായിട്ട് സമീർ റിസു വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതിൽ കീ പ്ലെയേഴ്സായിട്ട് നിങ്ങൾ പിക്ക് ചെയ്യേണ്ട 4 പ്ലെയേഴ്സ് ആരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിരാട് കോഹ്ലി, അതുപോലെ തന്നെ മുഹമ്മദ് സിരാജ്, ഋതുവാ ഗെയ്ക്വാഡ്, അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജ, ഇവരൊക്കെയാണ് നിങ്ങൾ തീർച്ചയായിട്ടും കീ പ്ലെയേഴ്സായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇതിൽ 2 പേരും മസ്റ്റായിട്ട് പിടിക്കേണ്ട ആൾക്കാരാണ് രവീന്ദ്ര ജഡേജയും ഗെയ്ക്വാഡും. നമ്മുടെ RCBയിൽ കീ പ്ലെയേഴ്സായിട്ട് എനിക്ക് എടുത്തു പറയാനുള്ള വിരാട് കോഹ്ലിയാണ്. റീസെൻ്റായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആണ്. കഴിഞ്ഞ 13 മത്സരങ്ങളിൽ നിന്ന് 661 റൺസാണ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ആവറേജ് റൺസ് എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 40 റൺസെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇതിലുണ്ടാവും. അതുപോലെ തന്നെ രാജിത് പടിദാർ ആണെങ്കിലും, അതായത് നമ്മുടെ ബാംഗ്ലൂരിൻ്റെ ഒരു 2 വിക്കറ്റ്സ് വീണ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയറാണ്. അദ്ദേഹം ഇതുവരെ 13 മത്സരങ്ങളിൽ നിന്ന് 320 റൺസ് എടുത്തിട്ടുണ്ട്. അതും സ്ട്രൈക്ക് റേറ്റ് 180 ആണ് കേട്ടോ. അതുപോലെ തന്നെ ഗ്ലെൻ മാക്സ്വെൽ ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോം ചെയ്യുന്നത്. RCBയുടെ ചില ഘട്ടങ്ങളിലൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നൊരു പ്ലെയറാണ്. ഹീസ് എ ഗുഡ് ഓപ്ഷൻ ആയിരിക്കും അദ്ദേഹം കളിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ. അതുപോലെ തന്നെ മുഹമ്മദ് സിരാജ് ആണെങ്കിലും റീസെൻ്റായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വിക്കറ്റ്സ് എടുക്കുന്ന ഒരു പ്ലെയറാണ്. കഴിഞ്ഞ 13 മത്സരങ്ങളിൽ നിന്ന് 12 വിക്കറ്റ്സ് മാത്രമാണ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുള്ളത്. ദെൻ CSKയിലാണെങ്കിൽ ഋതുവാർ ഗെയ്ക്വാഡ് ആണെങ്കിൽ ഈ ഒരു സീസണിൽ 13 മത്സരങ്ങളിൽ നിന്ന് 583 റൺസ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. CSKത്തെ ഒരു മെയിൻ ബാറ്റ്സ്മാനാണ്. മാക്സിമം എല്ലാ മത്സരങ്ങളും നല്ല രീതിയിൽ പോയിന്റ്സ് എടുക്കാറുള്ള വ്യക്തി കൂടെയാണ്. അതുപോലെ തന്നെ ശിവാൻ ദൂബെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന മറ്റൊരു പ്ലെയറാണ്. ഡേഞ്ചറസ് വെപ്പൺ എന്ന് പറയാം നമ്മുടെ CSKത്തെ. അപ്പോൾ ഒരു ഗുഡ് പ്ലെയറാണ്. സോ അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജ ആണെങ്കിലും അദ്ദേഹം ഇതുവരെ 225 റൺസും അതുപോലെ തന്നെ വിക്കറ്റ്സും ഒരുപാട് എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു IPL കരിയറിൽ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു
ബെസ്റ്റ് ഓൾറൗണ്ടേഴ്സ് ലിസ്റ്റുള്ള ഒരാളാണ്. അതുപോലെ തന്നെ തുഷാർ ദേശ്പാണ്ഡെ ആണെങ്കിലും തീർച്ചയായിട്ടും നമ്മളെ CSKൻ്റെ വിന്നിങ്ങിലോട്ട് നയിച്ച കുറച്ച് മത്സരങ്ങളിൽ എടുത്തു നോക്കുന്ന സമയത്ത് തുഷാർ ദേശ്പാണ്ഡെ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. കഴിഞ്ഞ 10-13 മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം 16 വിക്കറ്റ്സാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു IPL സീസണിൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് തുഷാർ ദേശ്പാണ്ഡെ. ദെൻ നമുക്ക് എന്തായാലും ഒരു പ്രിവ്യൂ ടീം നമ്മുടെ CSK വേഴ്സസ് ബാംഗ്ലൂർ തമ്മിലുള്ള മത്സരത്തിൻ്റെ ഒരു പ്രിവ്യൂ ടീം ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ RCB വേഴ്സസ് CSK. ദെൻ ഇപ്പോൾ ആദ്യം തന്നെ നമുക്ക് ദിനേശ് കാർത്തിക്കിനെ ഇൻക്ലൂഡ് ചെയ്യാം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ മാക്സിമം ബോളേഴ്സ്, അതാണ് എൻ്റെ ഒരു ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ടീം മാക്സിമം അങ്ങനെ ആവാനുള്ള ചാൻസസ് ആണ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയത്. ഓക്കെ, ക്യാമറൂൺ ഗ്രീൻ, അതുപോലെ തന്നെ നമ്മളെ രവീന്ദ്ര ജഡേജ, അതുപോലെ തന്നെ ഫാഫ് ഡുപ്ലിസി നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ടീമിലോട്ട് കൊണ്ടുവരാം. അതുപോലെ തന്നെ വിരാട് കോഹ്ലി, ഗെയ്ക്വാഡ്. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു 2 ബോളേഴ്സിനെ കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ടീം കുറച്ചുകൂടെ സ്ട്രോങ് ആവും. ദേശ്പാണ്ഡെ നമുക്ക് വേണം. ദെൻ അതുപോലെ തന്നെ നമ്മുടെ സിമ്രജിത്ത് സിംഗ് ആണോ അതോ താക്കൂർ വേണോ, അത് നിങ്ങളുടെ ഓപ്ഷനാണ്. 2 പേരും നല്ല ഓപ്ഷനാണ്. സിമ്രജിത്ത് സിംഗ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം റീസെൻ്റ് ആയിട്ട് കളിച്ച മത്സരം അഗെയിൻസ്റ്റ് ആയിട്ട് അദ്ദേഹം ഒരു 3 വിക്കറ്റ്സ് എടുത്തായിരുന്നു. ഓക്കെ, അപ്പോൾ അദ്ദേഹം വേണമെങ്കിൽ അദ്ദേഹത്തെ ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ താക്കൂറാണെങ്കിൽ താക്കൂർ, അത് നിങ്ങളുടെ ഓപ്ഷനാണ്. ഞാൻ താക്കൂറാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു ടീം സെറ്റ് ആയിട്ടുണ്ട്. ഇതിൽ ഇനി ക്യാപ്റ്റൻ VC കൊടുക്കാൻ എല്ലാവരും വിരാട് കോഹ്ലിയാണ് കൊടുക്കുന്നത്. സോ ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കൊടുക്കേണ്ടതെന്നേ പറയുള്ളൂ. സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിൽ നമുക്ക് ഓപ്ഷൻ കൊടുക്കാം, അത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടീമിൽ കുറച്ച് റിസ്ക്കിയാണ്. ക്യാപ്റ്റൻസി ദേശ്പാണ്ഡെയും വൈസ് ക്യാപ്റ്റൻ ക്യാമറൂൺ ഗ്രീനുമാണ്. ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു ടീമാണ്. ബട്ട് എന്നാലും ഒരു ഫീലിംഗ് ആയിട്ടുള്ള ഒരു ടീം ഇങ്ങനത്തെ ആവാനാണ് കുറച്ചുകൂടെ ചാൻസ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. സോ അപ്പോൾ ഒരു പ്രിവ്യൂ വീഡിയോന് വേണ്ടി മാത്രമാണ് ഈ ഒരു ടീം കിട്ടും. ഫൈനൽ ടീംസൊക്കെ ടോസ് വന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ടീം ഇട്ട് തരും. അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിലാണ് ടീമൊക്കെ ഇടുക. അപ്പോൾ നമ്മുടെ ടീമൊന്ന് നോക്കാം. ദിനേശ് കാർത്തിക്, വിരാട് കോഹ്ലി, ഫാഫ് ഡുപ്ലിസിസ്, ശിവാൻ ദൂബെ, ദെൻ ഗെയ്ക്വാഡ്, അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജ, ക്യാമറൂൺ ഗ്രീൻ, താക്കൂർ, അതുപോലെ തന്നെ ലോക്കി ഫെർഗൂസൺ, മുഹമ്മദ് സിരാജ്, ദേശ്പാണ്ഡെ, ഇത്രയും പേരാണ് നമ്മുടെ ടീമിൽ. ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ ആണ്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെ കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യുക. അടുത്ത വീഡിയോമേ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ, യൂട്യൂബ് ചാനലിൽ.